ഭോപ്പാലിനെ ഒന്നടങ്കം നടുക്കിയ തുഷാർ ശർമ്മയുടെ ദുരൂഹ മരണക്കേസിൽ ഇന്ന് നിർണായക ദിനം. കേസിൽ ജയിലിൽ കഴിയുന്ന അമ്മാവിയമ്മയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്നും 2 വനിതാ ജഡ്ജിമാർ തുടർച്ചയായി പിന്മാറിയത് കോടതി വെളുപ്പിൽ വൻ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നാടകീയമായ ഈ സംഭവ വികാസങ്ങൾക്കൊടുവിൽ പ്രതി ഗിരിബാല സിംഗിന്റെ ജാമ്യാപേക്ഷ ഇന്ന് CBI പ്രത്യേക കോടതിക്ക് മുന്നിലെത്തുകയാണ്. ഭോപ്പാലിലെ വിവാദമായ തുഷാർ ശർമ്മ മരണക്കേസിൽ പ്രതിയായ അമ്മാവിയമ്മ ഗിരിബാല സിംഗിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ജൂലൈ 24-ന് CBI പ്രത്യേക കോടതി വാദം കേൾക്കും. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 2 വനിതാ ജഡ്ജിമാർ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും സ്വയം ഒഴിഞ്ഞതിന് ശേഷമാണ് ഹർജി CBI കോടതിയിലേക്ക് എത്തുന്നത്. പ്രധാന ജില്ലാ സെഷൻസ് ജഡ്ജി മനോജ് കുമാർ ശ്രീവാസ്തവയുടെ കോടതിയിലാണ് ഗിരിബാല സിംഗിന്റെ അഭിഭാഷകൻ ആദ്യം ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം CBI കേസ് ഡയറിയും ഹാജരാക്കിയിരുന്നു. തുടർന്ന് വാദം കേൾക്കുന്നതിനായി ഹർജി ഒരു വനിതാ ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് മാറ്റിയെങ്കിലും പ്രതിയായ ഗിരിബാലയുടെ കുടുംബ ചടങ്ങുകളിൽ മുൻപ് പങ്കെടുത്തിട്ടുണ്ടെന്നറിഞ്ഞ കാരണം ചൂണ്ടിക്കാട്ടി അവർ കേസിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇതിനുശേഷം കേസ് മറ്റൊരു വനിതാ ജഡ്ജിയുടെ കോടതിയിലേക്ക് മാറ്റിയെങ്കിലും അവരും വാദം കേൾക്കുന്നതിൽ നിന്നും സ്വയം ഒഴിവാവുകയായിരുന്നു. 2 വനിതാ ജഡ്ജിമാർ പിന്മാറിയതോടെയാണ് ഹർജി CBI പ്രത്യേക കോടതിയിലേക്ക് മാറ്റാൻ ജില്ലാ സെഷൻസ് ജഡ്ജി ഉത്തരവിട്ടത്. CBI കോടതി ജഡ്ജി അവധിയായിരുന്നതിനാൽ ഡ്യൂട്ടി ജഡ്ജിയാണ് ഹർജി പരിഗണിക്കുന്നതിനായി ഇന്നത്തെ തീയതി നിശ്ചയിച്ചത്. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, മോശം ആരോഗ്യസ്ഥിതി, പ്രായമായ അമ്മയുടെ സംരക്ഷണം, കൂടാതെ മരിച്ച മരുമകൾ തുഷയുമായി തനിക്ക് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചാണ് ഗിരിബാല ജാമ്യം തേടുന്നത്. എന്നാൽ ഗിരിബാലയ്ക്ക് ജാമ്യം നൽകുന്നതിനെതിരെ തുഷയുടെ കുടുംബം ശക്തമായ എതിർപ്പുമായി രംഗത്തുണ്ട്. ഹൈക്കോടതി നേരത്തെ ഇവരുടെ ജാമ്യം റദ്ദാക്കിയതിന്റെ വസ്തുതകളും തെളിവുകളും കീഴ്ക്കോടതിക്ക് മുൻപാകെ ശക്തമായി ഉന്നയിക്കാനാണ് തുഷയുടെ കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.